ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 8.2-ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സം. നമുക്ക് തന്നിരിക്കുന്ന ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5/4 പ്ലസ് -11/4. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഈസിയാണ്. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുന്നില്ല കേട്ടോ. ഇസ് ഇക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് ഡിനോമിനേറ്റർ ഞാൻ അതുപോലെ കീപ്പ് ചെയ്യുന്നു, ന്യൂമറേറ്റേഴ്സിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 5 പ്ലസ് -11 ഇസ് ഇക്വൽ ടു, ഡിനോമിനേറ്റർ 4 ആണ്, ന്യൂമറേറ്റർ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവുമാണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടും. അപ്പോൾ 11 - 5 ദാറ്റ് ഈസ് 6. ബിഗ് നമ്പർ 11 ആണ്, അതിൻ്റെ സൈൻ നെഗറ്റീവ്. സോ -6/4. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ പറ്റുന്നതാണ് എങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി എഴുതാം. അപ്പോൾ 6-നും 4-നും കൂടെ ഇവിടെ കോമൺ ഫാക്ടർ 2 ഉണ്ട്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഇവിടെ എഴുതാം. അപ്പോൾ 2 കൊണ്ട് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. -6/2, 4 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് വരും? -6/2 ഈസ് -3, 4/2 ഈസ് 2. അപ്പോൾ നമ്മുടെ ആൻസർ -3/2 എന്ന് കിട്ടി. വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 5/3 പ്ലസ് 3/5. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എൽസിയം കണ്ടുപിടിക്കണം. അപ്പോൾ 5-നും 3-ക്കും കൂടെ എൽസിയം എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 3 15 ആണ് ഇവിടുത്തെ എൽസിയം. അപ്പോൾ എൽസിയം ഓഫ് 3 and 5 ഈസ് ഇക്വൽ ടു 15. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിനോമിനേറ്റർ എന്താക്കി മാറ്റണം? 15 ആക്കി മാറ്റണം. അപ്പോൾ 5/3യുടെ ഡിനോമിനേറ്റർ നമുക്ക് 15 ആക്കണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 5s are 25. അപ്പോൾ നമുക്ക് 25/15 എന്ന് കിട്ടി. അടുത്തത് 3/5. ഇതിൻ്റെ ഡിനോമിനേറ്ററും 15 ആക്കണം. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 3s are 9. ഇപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആയി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുകൊണ്ടാണ്? എൽസിയം 5 × 3 15, അതായത് കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിനോമിനേറ്റർ 5 × 3 15 എന്ന് എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റെപ്പ് എഴുതാം കേട്ടോ. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, കറക്റ്റാണ്. അപ്പോൾ എന്ത് വരും? 5/3 എന്ന് പറയുന്നത് 25/15 ആണ്. പ്ലസ് 3/5 എന്ന് പറയുന്നത് 9/15 ആണ്. ഇവിടെ ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അതുപോലെ കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് ന്യൂമറേറ്റേഴ്സിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 25 + 9 ഇസ് ഇക്വൽ ടു, ഡിനോമിനേറ്റർ ഈസ് 15, 25 + 9 ഈസ് 34. അപ്പോൾ 34/15 എന്ന് കിട്ടി. വളരെ സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -9/10 പ്ലസ് 22/15. ഇവിടെയും ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്, പക്ഷേ എൽസിയം കണ്ടുപിടിക്കണമെങ്കിൽ 10-നും 15-നും കൂടെ എന്തുണ്ട്? കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എൽസിയം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 10-ൻ്റെയും 15-ൻ്റെയും കൂടെ എൽസിയം നമുക്ക് ആദ്യം 5 കൊണ്ട് ചെയ്യാം. അപ്പോൾ 5 2s are 10, 5 3s are 15. അടുത്തത് 2 1 3, അടുത്തത് 3 1 1. അപ്പോൾ എൽസിയം എന്ത് വന്നു? എൽസിയം ഈസ് ഈക്വൽ ടു 5 × 2 10, 10 × 3 30 എന്ന് വന്നു. എൽസിയം ഈസ് 30. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 30 ആക്കി മാറ്റണം. അപ്പോൾ -9/10ൻ്റെ ഡിനോമിനേറ്റർ 30 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം?
3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 3s are 27. അപ്പോൾ -27. അടുത്തത് 22/15ൻ്റെ ഡിനോമിനേറ്റർ 30 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് ചെയ്യണം. അപ്പോൾ 22 × 2 44. ഇപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പം -27/30 പ്ലസ് 44/30. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ അതുപോലെ കീപ്പ് ചെയ്യുന്നു, ന്യൂമറേറ്ററിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ -27 + 44 = ഡിനോമിനേറ്റർ ഈസ് 30. ഇത് രണ്ടും കൂടെ ചെയ്ത് എന്ത് വരും? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമാണ്. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ ഇടുന്നു. അപ്പോൾ എന്ത് കിട്ടും? 17 എന്ന് കിട്ടും അല്ലേ? 44 - 27 ഈസ് 17. ബിഗ് 44 ആണ്, സൈൻ ഈസ് പോസിറ്റീവ്. സോ 17/30 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, -3/-11 + 5/9. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. പക്ഷെങ്കിൽ ഇതിന് -11-ഉം 9-ഉം കൂടെ കോമൺ ഫാക്ടേഴ്സ് ഇവിടെ ഇല്ല. കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ തമ്മിൽ നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിനോമിനേറ്റർ ഇത് ചെയ്യുന്നതായിരുന്നു കാണിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കിയേ, -3/-11 ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവായിട്ട് വന്നാൽ ഇതൊരു പോസിറ്റീവ് റാഷണൽ നമ്പറാണ് അല്ലേ? നെഗറ്റീവും നെഗറ്റീവും ക്യാൻസലായി പോകും, എന്നിട്ട് 3/11 എന്നാവും. അപ്പോൾ ഇതിനെ ഞാൻ നെഗറ്റീവ് മാറ്റിയിട്ട് 3/11 + 5/9 എന്ന് എഴുതുന്നു. ഡിനോമിനേറ്റേഴ്സിന് കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യും? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 9 × 3 + 5 × 11. ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാം. നേരത്തെ ഞാൻ അതായത് ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ, അതായത് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഞാൻ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒരേപോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് ചെയ്ത് കാണിച്ചത്. ഇവിടെ നമുക്ക് ഞാൻ ഇപ്പോൾ പറയുന്ന മെത്തേഡിൽ തന്നെ ചെയ്യാം. രണ്ട് മെത്തേഡ് ചെയ്താലും ആൻസർ കറക്റ്റ് ആയിരിക്കും കേട്ടോ. = 9 × 3 27 + 5 × 11 55 ഡിവൈഡഡ് ബൈ 11 × 9 99 = ഡിനോമിനേറ്റർ 99. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് വരും? 82. അപ്പോൾ 82/99 എന്ന് കിട്ടി. ഇനി അടുത്തത് -8/19 + -2/57. ഇവിടെയും ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ തന്നിരിക്കുന്നതിൻ്റെ മൾട്ടിപ്പിൾ ആണോ അടുത്തതെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 19 × 3 ചെയ്താൽ 9 3s are 27, 2 1 × 3 3, 3 + 2 5. കണ്ടോ? 19 × 3 ചെയ്താൽ നമുക്ക് 57 കിട്ടും. അപ്പോൾ 19ൻ്റെ മൾട്ടിപ്പിൾ ആണ് 57. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? LCM 57 ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ -8/19 ഡിനോമിനേറ്റർ എന്താക്കി മാറ്റുന്നു? 57 ആക്കി മാറ്റുന്നു. എത്ര കൊണ്ട് ചെയ്യണം? 19 × 3 ആണ്. അപ്പോൾ -8നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 3s are 24, -24 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്തായിട്ട് മാറും? -24/57 + -2/57. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ അതുപോലെ കീപ്പ് ചെയ്യുന്നു, ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. = ഡിനോമിനേറ്റർ ഈസ് 57. രണ്ടും നെഗറ്റീവ് നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാം. രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. അപ്പോൾ 24 + 2 26, നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു, -26/57 എന്ന് കിട്ടി. അടുത്തത് -2/3 + 0. അപ്പോൾ -2/3യുടെ 0 ആഡ് ചെയ്താൽ എന്ത് തന്നെ നമുക്ക് കിട്ടും? -2/3 തന്നെ കിട്ടും. ഇതിനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഏതൊരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും നമുക്ക് ആ സെയിം നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
-2 1/3 പ്ലസ് 4 3/5. ഇവിടെ നമുക്കൊരു മിക്സ്ഡ് ഫ്രാക്ഷനായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിനെ എന്താക്കി മാറ്റണം? ഇതിനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനിലാക്കി നമ്മളിതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് സൈൻ മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. 2 1/3 ഇസ് ഇക്വൽ ടു 3 2s are 6 6 + 1 7 7/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നെഗറ്റീവും കൂടെ ചേർത്ത് -7/3 പ്ലസ് ഇതെന്താവും 5 × 4 20 20 + 3 23/5 എന്നാവും. ഈ ഡിനോമിനേറ്ററും ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ കൂടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 5. ഇനി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -7 × 5 പ്ലസ് ഇത് തമ്മിൽ ചെയ്യുമ്പോൾ 23 × 3 ഇസ് ഇക്വൽ ടു 7 × 5 35. അപ്പോൾ -35 പ്ലസ് ഇത് തമ്മിൽ ചെയ്താൽ 69 ഡിവൈഡഡ് ബൈ 15. 69ഉം -35 ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. അപ്പോൾ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ കൊടുക്കും. അപ്പോൾ 69 - 35 ദാറ്റ് ഈസ് 34. ബിഗ് നമ്പർ ഈ 69, സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ +34 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ നിങ്ങൾ ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനൊക്കെ അറിഞ്ഞിരിക്കുക, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.